അനിലിൻ്റെ കഥ. പണ്ട് പണ്ട് ഹമദാനിയ സ്കൂളിന് സമീപം ഒരു കുട്ടിയുണ്ടായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിലെ അംഗം. അവൻ്റെ പേര് അനിൽകുമാർ എന്നായിരുന്നു. അനിലിൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത് മേനോൻ ബസാറിലുള്ള GUPS ആണ്. എന്നാൽ ഒരു ദിനം അവൻ്റെ അച്ഛനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ ഹമദാനിയ സ്കൂളിൽ നിന്നും കുട്ടികളെ പിടിക്കാനിറങ്ങിയ അധ്യാപകരുടെ നിർബന്ധത്തിന് വഴങ്ങി അനിലിൻ്റെ അച്ഛൻ ബാലനായ അവനെ ഹമദാനിയ സ്കൂളിലേക്ക് മാറ്റി ചേർത്തു. റേഷൻ കടയിൽ നിന്നും അരി വേഗം ലഭിക്കാനാണോ അതോ വിദ്യാലയത്തിലെ ആവശ്യാർത്ഥമാണോ എന്തോ അവൻ്റെ ജനനത്തീയതിയിൽ അക്കാലത്ത് ചില മാറ്റങ്ങൾ വന്നുപെട്ടു. രേഖകളിൽ 2 വർഷം പ്രായം കൂടുതലുള്ളവനായി അനിൽ മാറി. ഹമദാനിയ സ്കൂൾ ആരംഭിച്ച് 1 വർഷം പിന്നിട്ടപ്പോഴാണ് അവൻ അവിടുത്തെ വിദ്യാർത്ഥിയായി എത്തിയത്. ആ വിദ്യാലയത്തിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പാചകത്തിൽ അനിലിന് താൽപ്പര്യം ഉദിച്ചത്. അക്കാലത്ത് ഓരോ വിവാഹസദ്യയുടെയും പാചകക്കാരനായി എത്തുന്ന പ്രായം കൂടിയ മനുഷ്യനെ അവൻ വല്യച്ഛൻ എന്ന് വിളിച്ചു. ആ കുട്ടി പലയിടങ്ങളിലും കൗതുകത്തോടെ വല്യച്ഛൻ്റെ പാചകം നോക്കി നിന്നു. ആ നോട്ടത്തിൻ്റെയും നിൽപ്പിൻ്റെയും ആഴം വർദ്ധിച്ചപ്പോൾ പാചകക്കാരൻ വല്യച്ഛൻ കുട്ടിക്ക് പായസം ഇളക്കുന്ന ചട്ടകം പിടിക്കാനുള്ള അനുവാദം നൽകി. വർഷങ്ങൾ ഏറെ കഴിയും മുമ്പേ വല്യച്ഛൻ അവനെ പായസമുണ്ടാക്കാൻ പഠിപ്പിച്ചു. വളരെ വൈകാതെ പായസക്കൂട്ടും വല്യച്ഛൻ അനിലിനെ ഹൃദിസ്ഥമാക്കി. അതൊരു പായസക്കാരൻ്റെ തുടക്കത്തിനപ്പുറത്തേക്ക് വളർന്ന് പന്തലിച്ച് 4 ആളറിയുന്ന ഷെഫിലെത്തിയത് 1.5 ദശകം കഴിഞ്ഞാണ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പാചകത്തിൽ ഡിപ്ലോമ നേടിയതിന് ശേഷമാണ് ആ യാത്ര തുടങ്ങിയത്. അതിനിടയിൽ അവൻ റേഷൻ കട നടത്തി, കുടുംബസ്ഥനായി, കാറ്ററിംഗ് നടത്തി, കാറ്ററിംഗ് മാനേജറായി. കൊച്ചിയിലെ ബാബുച്ചേട്ടൻ പഠിപ്പിച്ച നോൺ വെജി വിഭവം തയ്യാറാക്കൽ അവനെ കൊച്ചിയെ പ്രണയിക്കുന്നവനാക്കി മാറ്റി. കൊച്ചിയിലെ ചില ഹോട്ടലുകളിൽ ലഭിച്ച കുക്കിംഗ് അനുഭവം, ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആ ഷെഫിന് അനുഭവസാക്ഷ്യങ്ങളായി ലഭിച്ച ചില സർട്ടിഫിക്കറ്റുകൾ, ഇവയെല്ലാം അവനെ ഒരു സ്വപ്നത്തിലേക്ക് നയിച്ചു. കാനഡയിൽ പോകണം, അവിടെ ഒരു ഷെഫ് ആയി ജോലി ചെയ്യണം. അതായിരുന്നു അവൻ്റെ സ്വപ്നം. കാനഡയ്ക്ക് കടക്കാൻ വേണ്ട എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ അനിൽകുമാറിന് നൽകാൻ എല്ലാവരും തയ്യാറായി. പണി അറിയുന്നവൻ, പണി പഠിച്ചവൻ, ജോലിയോട് തികഞ്ഞ ആത്മാർപ്പണമുള്ളവൻ, സ്റ്റാർ ഹോട്ടലുകളിൽ ജോലി ചെയ്ത പരിചയമുള്ളവൻ, ഇതൊക്കെ അവനെ കാനഡ എന്ന വിശാലമായ രാജ്യത്തിലെത്തിക്കാനുള്ള ഇന്ധനം നൽകി. അങ്ങനെ 2008 ഏപ്രിൽ 8 അനിൽ കാനഡയിൽ വിമാനമിറങ്ങി. കാനഡയുടെ തലസ്ഥാന നഗരിയായ ഒട്ടാവയിലെ ഒരു മലയാളിയുടെ ചെറിയ റെസ്റ്റോറൻറ്റിൽ ജോലിക്കും കയറി. തുടക്കത്തിൽ അനിലിന് തൻ്റെ പണിയിൽ പാളിച്ച വന്നില്ലെങ്കിലും കണ്ട സ്വപ്നങ്ങളിൽ പാളിച്ച വന്നു. യന്ത്ര സംവിധാനങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു മോഡുലാർ കിച്ചണും നൂതന കിച്ചണും ഉയർന്ന ശമ്പളവുമായിരുന്നു അവൻ്റെ സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങൾ തുടക്കത്തിലേ പാളി. ഇത് രണ്ടും അവിടെ അവന് ലഭിച്ചില്ല. സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു കിച്ചണിലെ ജോലി അത്ര ബുദ്ധിമുട്ടുള്ളതായിരുന്നില്ല. പക്ഷേ കൂലി മികച്ചതായിരുന്നില്ല. 2 ആഴ്ച കൂടുമ്പോൾ ലഭിക്കുന്ന $640 ആയിരുന്നു വേതനം. മലയാളിയായ കടയുടമ അവനെ നന്നായി ഉപയോഗപ്പെടുത്തി. ആ റെസ്റ്റോറൻറ്റ് അനിലിൻ്റെ കുക്കിംഗ് മികവിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്തു.
കടയുടെയും ഉടമയുടെയും ചിത്രങ്ങൾ ചിലയിടങ്ങളിൽ വന്നു. പക്ഷേ ആ ചിത്രങ്ങളിൽ ഒന്നും ഷെഫ് ആയ അനിലിൻ്റെ ചിത്രം ഇടം പിടിച്ചില്ല. അതവനെ നൊമ്പരപ്പെടുത്തി. ആ നൊമ്പരം അവനെ ഒരു പുതിയ തീരുമാനത്തിലെത്തിച്ചു. സ്വന്തമായി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക. സ്വന്തം കാലിൽ നിന്ന് തൻ്റെ പാചക വൈദഗ്ധ്യം കൂടുതൽ നന്നായി പ്രകടിപ്പിക്കുക. ഇതായിരുന്നു അനിൽകുമാറിൻ്റെ പുതിയ തീരുമാനം. 2 കൂട്ടാളികളെയും കൂട്ടി അവൻ ആ തീരുമാനം നടപ്പിലാക്കി. 2014 അവൻ ഒട്ടാവയിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. കൊച്ചിയെ പ്രണയിച്ച അനിൽകുമാർ എന്ന ഷെഫ് തൻ്റെ റെസ്റ്റോറൻറ്റിന് കൊച്ചിൻ കിച്ചൻ എന്ന് നാമകരണവും ചെയ്തു. 2015 മുതൽ 2023 വരെ ഒട്ടാവയിലെ ഇത്തരം റെസ്റ്റോറൻറ്റുകളിൽ ഏറ്റവും മികച്ചത് എന്ന സ്ഥാനം കൊച്ചിൻ കിച്ചനായിരുന്നു. പിന്നീട് കാനഡയിലെ കനാട്ട എന്ന നഗരത്തിൽ കൊച്ചിൻ കിച്ചൻ്റെ ഒരു ബ്രാഞ്ചും അവർ ആരംഭിച്ചു. 2025 നവംബർ 6 ഗ്ലാറ്റിനോ നഗരത്തിൽ ഫ്ലാറ്റിനോ എന്ന മാളിൽ ഫ്ലേവർ സിറ്റി എന്ന പേരിൽ പുതിയൊരു സംരംഭം കൂടി അനിൽ ആരംഭിച്ചു കഴിഞ്ഞു. അനിൽകുമാർ എന്ന ഷെഫിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. 15 വർഷത്തിലധികമായി ഒട്ടാവയിലെ മലയാളികളുടെ ഓണസദ്യ അനിലിൻ്റേതു തന്നെ. വലിയ പബ്ലിസിറ്റി നൽകാതെ ഒതുങ്ങി മനുഷ്യരെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു കുടുംബസ്ഥനാണ് അവൻ. 2 മക്കൾ, ഒരാൾ ആർക്കിടെക്റ്റ്, രണ്ടാമത്തെ ആൾ സോഷ്യൽ സയൻസ് പഠിക്കുന്നു. 2 പേരും ജോലി എടുക്കുകയും ചെയ്യുന്നു. എല്ലാവരും അന്യോന്യം സഹായിച്ചും സഹകരിച്ചും സന്തോഷത്തോടെ ജീവിക്കുന്നു. എന്നും കൂട്ടായി നിൽക്കുന്ന ഭാര്യ ഇതിനിടയിൽ ഒരു സാഹസം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടുപോയി. ഒരു പിസക്കട തുടങ്ങുന്ന സാഹസമാണ് ആ വീട്ടമ്മ ഏറ്റെടുത്തത്. അതിൽ അവൾ പരാജയപ്പെട്ടുവെങ്കിലും അനിലിനോടൊപ്പമുള്ള ജീവിതത്തിലും റെസ്റ്റോറൻറ്റിലെ മറ്റു കാര്യങ്ങളിലും അവർ വിജയത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കാനഡയിലുള്ള അനിലിൻ്റെ ഒരു ചങ്ങാതി അവനെ അടയാളപ്പെടുത്തുന്നത് ഈ വിധം: അന്നും ഇന്നും ഒരേപോലെ സൗഹൃദം തുടരുന്നയാൾ, കാനഡയിൽ സ്വപ്രയത്നം കൊണ്ട് വിജയം നേടിയവൻ, ഒട്ടാവയിലെത്തുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് ആദ്യം ഭക്ഷണവും പിന്നെ ജോലിയും നൽകുന്ന ആൾ, ആവശ്യക്കാർക്ക് ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുത്തയക്കുന്ന കനിവുള്ള ഒരു മനുഷ്യൻ. അഴീക്കോട് സെയ്തി സാഹിബ് TTIയിലെ വിദ്യാർത്ഥിയായിരിക്കെ ഒബ്സർവേഷൻ അഥവാ ക്ലാസ് കാണൽ എന്ന പരിപാടിക്ക് വേണ്ടിയാണ് പടിഞ്ഞാറുള്ള ഹമദാനിയ സ്കൂളിൽ ഞാൻ എത്തുന്നത്. അന്നു മുതൽ അനിലിനെ എനിക്കറിയാം. ആ വിദ്യാലയത്തിൽ അധ്യാപകനായി ഇതുവരെ ജീവിച്ച ജീവിതത്തിൻ്റെ പകുതിയും ചെലവഴിക്കും എന്ന് അന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. നാം ഓരോന്നു നിനക്കുന്നു, കാലം മറ്റൊന്നു തീരുമാനിക്കുന്നു. അന്നത്തെ ക്ലാസ്സിൽ സത്യമാഷ് നടത്തിയ ഒരു ഡെമോൺസ്ട്രേഷൻ നിരീക്ഷിക്കവെയാണ് ഞാൻ അനിലിനെ ആദ്യമായി ശ്രദ്ധിച്ചത്. 1983 ഞാൻ ആ വിദ്യാലയത്തിൽ അധ്യാപകനായി എത്തുമ്പോഴും അനിൽകുമാർ അവിടെ ഉണ്ടായിരുന്നു. അതിൽ അനിൽ കാനഡയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് അയച്ച വോയിസ് മെസ്സേജുകളിലെ ചില ഭാഗങ്ങൾ കുറിക്കാം. ഹമദാനിയ സ്കൂളിൽ എത്ര വർഷം പഠിച്ചു എന്ന് കൃത്യമായി എനിക്ക് ഓർമ്മയില്ല. UP വിഭാഗം വരാൻ ഒരു വർഷം വൈകിയപ്പോൾ പലരും അവിടം വിട്ട് തൊട്ടടുത്ത വിദ്യാലയത്തിൽ ചേക്കേറി. ഞാൻ അവിടം വിട്ടു പോയില്ല. ചിലപ്പോൾ അവിടെ ഏറ്റവും അധികം കാലം പഠിച്ച വിദ്യാർത്ഥിയായിരിക്കാം ഞാൻ എന്ന് തോന്നുന്നു. ആ വിദ്യാലയത്തോട് എനിക്കുള്ള സ്നേഹം അപാരമാണ്. സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഇസ്മയിൽ മാഷെ ഞാൻ ഒരിക്കലും മറക്കില്ല. മറ്റ് അധ്യാപകരെയും എല്ലാവരോടും എനിക്ക് ഏറെ സ്നേഹമായിരുന്നു. ആ തലമുറയിൽപ്പെട്ട എല്ലാവരുമായി എനിക്ക് ആത്മബന്ധമുണ്ടായിരുന്നു. മരത്തടി കൊണ്ട് നിർമ്മിച്ച ഒരുതരം മെതിയടി ധരിച്ച് ജുബ്ബയിട്ട് ആദ്യമായി സ്കൂളിൽ മൊയ്തീൻ സാർ വന്നത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്ന സാറിനെ എങ്ങനെയാണ് മറക്കാനാവുക? മൈ ലൈഫ് പാർട്ട്ണർ ഈസ് ഡാഷ് എന്ന് പറഞ്ഞ് പൂരിപ്പിക്കാനായി ബോർഡിൽ സാർ എഴുതിയ വാക്യം ഞാനാണ് ആദ്യം പൂരിപ്പിച്ചത്. കാരണം ബീന ചേച്ചിയെ എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. പ്രീതി ടീച്ചറെയും കുഞ്ഞു മുഹമ്മദ് മാഷയും ഞാൻ മറക്കില്ല.
2011 ഹമദാനിയയിലേക്ക് ഒരു കാറിൽ വന്നിറങ്ങിയ എന്നെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനിലേ എന്ന് വിളിച്ച ശ്രീദേവി ടീച്ചറെയും ഞാൻ മറക്കില്ല. ആ വിദ്യാലയത്തിലെ എൻ്റെ കാലത്തെ ഒരധ്യാപികയെയും ഞാൻ ഒരിക്കലും വിസ്മരിക്കുകയില്ല. അനിലിൻ്റെ വോയിസിലെ ചിലതുകൂടി. കാനഡയിൽ പണിയെടുത്ത് 3 വർഷം കൊണ്ട് ഞാൻ നാട്ടിൽ വീടുണ്ടാക്കി. വീട്ടുകാരെ എല്ലാവരെയും ഒരുമിച്ച് പാർപ്പിച്ചു. 7 വർഷം ഞാൻ ഒറ്റക്കാണ് കാനഡയിൽ കഴിഞ്ഞത്. പിന്നീട് കുടുംബമെത്തി. ആദ്യം വാടക വീട്ടിൽ, പിന്നീട് സ്വന്തം വീട് വെച്ചു. ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഭദ്രം. സാർ ഒരു യാത്രാപ്രിയനല്ലേ? സാർ തീർച്ചയായും ബീനച്ചേച്ചിയെയും കൂട്ടി ഇങ്ങോട്ട് വരണം. എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം. ഒരു നാൾ അനിൽ ഹമദാനിയയിലെത്തിയപ്പോൾ യുവാവായ അവനെയും കൊണ്ട് ഞാൻ വിദ്യാലയത്തിലെ ചില ക്ലാസ് റൂമുകളിൽ കറങ്ങി. ഇത് അനിൽകുമാർ, ഇവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ കാനഡയിലാണ്. അവിടെ ഒരു ഷെഫായി ജോലി ചെയ്യുന്നു. കുട്ടികൾ കണ്ണുമിഴിച്ചു. കാനഡ, ഷെഫ്, രണ്ടും ഞാൻ ഒന്നുകൂടി വിശദമാക്കി. അവരുടെ നോട്ടം നോർമലായി. അന്നേരം അവരുടെ മുഖത്ത് ആശ്ചര്യത്തിൻ്റെ വടുക്കൾ വീണു. അനിൽകുമാറിൻ്റെ മുഖത്ത് സന്തോഷത്തിൻ്റെയും. പിന്നീട് ഒരു നാൾ വിദ്യാലയത്തിലെ എല്ലാവരെയും അവൻ അവളുടെ മകളുടെ വിവാഹത്തിന് ക്ഷണിച്ചു. ഞങ്ങളിൽ പലരും സ്നേഹപൂർവ്വം വിവാഹത്തിൽ പങ്കെടുത്തു. അനിൽകുമാർ എന്ന 50കാരൻ്റെ ജൈത്രയാത്രയും സ്നേഹയാത്രയും തുടരുകയാണ്. പ്രിയരെ, പൂർവ്വ വിദ്യാർത്ഥിയായ അനിൽ എന്നെയും സഖിയെയും കാനഡയിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഒരു നാൾ അത് നടക്കുമായിരിക്കുമല്ലേ? ഏറ്റവും പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളിൽ ഒരാളായ അനിലിൻ്റെ അവസാനിക്കാത്ത കഥ ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.